ഈ ഒരു തെർമൽ ഷോക്ക് തെറാപ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ബേസിക്കലി ഇതൊരു നമുക്ക് തടി കുറയ്ക്കാനോ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയുള്ളതല്ല. ബേസിക്കലി നമ്മുടെ ഫാറ്റിനെ, അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റാത്ത ഒരു ഫാറ്റ്, ഇപ്പോൾ അബ്ഡമനിലാവാം അല്ലെങ്കിൽ തൈസിലാവാം കയ്യിലാവാം, ആ രീതിയിലുള്ള ഫാറ്റിനെ നമുക്ക് എന്ത് ചെയ്തിട്ടും കുറയാത്ത ഫാറ്റിനെ നമ്മൾ ഈ തെർമൽ ഷോക്ക് ചെയ്തിട്ട് മന്ത്ലി ഓരോ സെഷൻ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മിനിമം ഒരു 5 to 6 സെഷൻസ് എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ചിലപ്പോൾ ഒരു 10 സെഷൻ വരെയൊക്കെ ചെയ്യാം ആ ഒരു രീതിയിൽ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫാറ്റ് സെല്ലുകൾ പതുക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സെഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 30 days എടുക്കും ഈ ഫാറ്റ് സെല്ലുകളെ നമ്മുടെ ബോഡി റിമൂവ് ചെയ്ത് കളയാം. അതിന്റെ കൂടെ ഈ ഒരു മെഷീന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഫാറ്റ് പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ച് ലൂസ് ആവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മസിലിനെ ഇലക്ട്രോ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് നമ്മുടെ മസിൽസിനെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കും. ഒന്ന്, പതുക്കെ ഈ ഫാറ്റ് സെല്ലുകളെ നശിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ മസിലിനെ വർക്ക്ഔട്ട് ചെയ്യിക്കുകയും ചെയ്യും. സെയിം ടൈം സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് ബേസിക്കലി നമ്മുടെ അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന ഫാറ്റിനെ, നമുക്ക് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഫാറ്റിനെ, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, മെയിൽസിലും ഫീമെയിൽസിലും ചെയ്യാം. കുറച്ച് റെസ്ട്രിക്ഷൻസ് ആകെ ഉള്ളത്, നമ്മളിപ്പോൾ വയറിന്റെ മുകളിൽ എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു 1 ഇയറിലേക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമാണ് യൂഷ്വലി വലിയ പ്രശ്നങ്ങൾ. ഇതിൽ ആകെയുള്ള ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കി എല്ലാവർക്കും സേഫ് ആയിട്ട് യൂഷ്വലി ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ്. അതേപോലെ നമ്മുടെ വയറിന്റെ മുകളിലുള്ള മസിലിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് യൂഷ്വലി ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ബേസിക്കലി തെർമൽ ഷോക്ക് യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു പ്രൊസീജിയർ.